Hi, this is me Srishan and it is Epic Ride. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കാണുകയുണ്ടായി. ഇംഗ്ലണ്ടിലെ വോൾസാളിൽ റോൾസ് റോയ്സ് ഗോസ്റ്റും ലംബോർഗിനി ഉറൂസും തമ്മിലുള്ള ഒരു ആക്സിഡൻറ്റ്. ഈ ആക്സിഡൻറ്റിൽ റോൾസ് റോയ്സ് ഗോസ്റ്റിൻ്റെ മുൻഭാഗം തകർന്നു പോവുകയും ഉറൂസിനൊന്നും സംഭവിക്കുകയും ചെയ്തില്ല. റോൾസ് റോയ്സ് ഗോസ്റ്റിൻ്റെ മുൻഭാഗം ചളുങ്ങിപ്പോവുകയോ. ഈ ആക്സിഡൻറ്റ് സമയത്ത് റോൾസ് റോയ്സിൻ്റെ ഡ്രൈവർ ഇറങ്ങി ഓടിപ്പോയെന്നൊക്കെയാണ് മീഡിയ വാർത്ത കൊടുത്തിരിക്കുന്നത്. അതല്ല നമ്മളുടെ വിഷയം. അത് ചിലപ്പോൾ ആൾക്ക് മുതലാളിയോട് എന്തു പറയും എന്നുള്ള പേടി കൊണ്ടായിരിക്കാം. റോൾസ് റോയ്സ് ഗോസ്റ്റിൻ്റെ മുൻഭാഗം ചളുങ്ങിപ്പോയി. സുഹൃത്തുക്കളെ, ചളുങ്ങിപ്പോയെന്ന്. കോടികൾ മുടക്കി വാങ്ങിയ റോൾസ് റോയ്സ് ചളുങ്ങിപ്പോയി. ഈ വാഹനത്തിൽ നമുക്ക് എന്ത് സേഫ്റ്റിയാണുള്ളത്? സേഫ്റ്റി. ഒരു കാറിനെ സംബന്ധിച്ച് അതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സേഫ്റ്റി ഫീച്ചർ എന്താണ്? എല്ലാവർക്കും ഒരു ഉത്തരമായിരിക്കും എയർ ബാഗ്. തീർച്ചയായിട്ടും എയർ ബാഗ് തന്നെയാണ്. ഈ നിമിഷത്തിൽ വേൾഡിൽ നടക്കുന്ന ക്രാഷ്, അതായത് കൗണ്ട്ലെസ് ആയുള്ള ആക്സിഡൻറ്റുകളിൽ ഒരുപാട് ജീവനുകൾ രക്ഷപ്പെടുത്താൻ എയർ ബാഗ് വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. എന്നാൽ എയർ ബാഗ് മാത്രമാണോ ഒരു കാറിനെ സംബന്ധിച്ച് അതിൻ്റെ സേഫ്റ്റി ഫീച്ചർ? ഒരിക്കലുമല്ല. നമുക്ക് ഒരുപാട് ഉത്തരങ്ങളുണ്ടാവാം. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ട്രാക്ഷൻ കൺട്രോൾ, ആൻറ്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റമായ ABS, അങ്ങനെ ബ്ലാ 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 100 ഉത്തരങ്ങളുണ്ടാവും. 2010 എനിക്കുണ്ടായ ഒരു ആക്സിഡൻറ്റിന് ശേഷമാണ് ഈ സേഫ്റ്റി ഫീച്ചേഴ്സിനെ പറ്റി ഞാൻ കൂടുതലായി ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതുവരെ എന്താ പറയുക, ഇലക്ട്രോണിക് ഫീച്ചേഴ്സിലും കോസ്മെറ്റിക് ഫീച്ചേഴ്സിലും കണ്ണു മഞ്ഞളിച്ചിരുന്ന ഞാൻ പിന്നീട് സേഫ്റ്റിയിലോട്ട് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇന്ത്യയിൽ 2014 എൻക്യാപ് സിസ്റ്റം, അതായത് ന്യൂ കാർ അസസ്മെൻറ്റ് പ്രോഗ്രാം എന്നുള്ള സിസ്റ്റം നിലവിൽ വന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ക്രാഷ് ടെസ്റ്റാണ്. അതായത് വാഹനങ്ങൾ ഒരു നിശ്ചിത സ്പീഡിൽ അതിൻ്റെ പല ഭാഗങ്ങളും, സൈഡ്, റിയർ, ഫ്രണ്ട് എന്നുള്ള ഭാഗങ്ങൾ ക്രാഷ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നു. ഈ സമയത്ത് വാഹനങ്ങളിൽ ഡമ്മികളെയും ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഈ ക്രാഷിന് ശേഷം വാഹനങ്ങൾക്ക് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടായി, ഡമ്മികളുടെ മേൽ എന്ത് ഡാമേജ് ഉണ്ടായി എന്നുള്ള അളവുകളെടുത്ത് അത് സ്റ്റാർ റേറ്റിംഗ് ആക്കുന്നു. 1 സ്റ്റാർ, 2 സ്റ്റാർ, 5 സ്റ്റാർ, അങ്ങനെ പല റേറ്റിങ്ങിൽ അത് റേറ്റ് ചെയ്യപ്പെടുന്നു. പല പ്രമുഖ ബ്രാൻഡുകളും ഈ റേറ്റിംഗ് ആണ് ഇപ്പോൾ വിൽപ്പനയ്ക്ക് ആവശ്യമായുള്ള പരസ്യങ്ങളായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് 4 സ്റ്റാർ ഉണ്ട്, 5 സ്റ്റാർ ഉണ്ട് എന്ന് പരസ്യം ചെയ്യുന്ന ഈ ബ്രാൻഡുകൾ എന്നാൽ അഡൾട്ട് പാസഞ്ചറിന് എത്ര, ചൈൽഡ് പാസഞ്ചറിന് എത്ര, ഡ്രൈവറിന് എത്ര സേഫ്റ്റി എന്നുള്ള റേറ്റിങ്ങുകളൊന്നും ഇതിൽ പരസ്യങ്ങളിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു സേഫസ്റ്റ് കാറാണ് എന്നും നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. പല ബ്രാൻഡുകളും നമ്മളും ചിന്തിച്ചു വെച്ചിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് എയർ ബാഗുകളും ഉരുക്കിൻ്റെ ശക്തിയുള്ള ബോഡിയും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാർ സേഫാണെന്നുള്ളത്. ഇത് ശരിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഉരുക്കിൻ്റെ ബോളിനകത്ത് യാത്ര ചെയ്യുന്ന നമ്മുടെ ഓപ്പോസിറ്റ് വരുന്നതും ഒരു ഉരുക്ക് ബോളാണെന്ന് വിചാരിക്കാം. രണ്ടും കൂടെ കൊളൈഡ് ചെയ്തുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. നമ്മളുടെ ഉദ്ദേശശുദ്ധി എന്താണോ അതിൻ്റെ എതിരായിട്ടുള്ള പ്രവർത്തനമല്ലേ അവിടെ നടക്കുന്നത്. ആരും എടുത്തു പറയാത്ത ഒരു ചെറിയ സേഫ്റ്റി ഫീച്ചർ ഉണ്ട്. അതൊരു സ്ട്രക്ചറൽ സേഫ്റ്റിയാണ്. ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ എല്ലാം ജീവൻ രക്ഷിക്കാൻ ഉതകുന്ന ഒരു സേഫ്റ്റി ഫീച്ചർ. ക്രംബിൾ സോൺ, ക്രഷ് സോൺ, ക്രാഷ് സോൺ എന്നിവയെല്ലാം അവയുടെ പേരുകളാണ്. അതായത് എപ്പോഴും പാസഞ്ചർ ക്യാബിൻ, നമ്മളെല്ലാം ഇരിക്കുന്ന ക്യാബിൻ എപ്പോഴും സേഫ് ആയിരിക്കണം. അതിനാൽ ഇമ്പാക്റ്റുകൾ, ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്തുള്ള ഇമ്പാക്റ്റുകൾ കുറയ്ക്കുകയും വേണം. ഈ ഇമ്പാക്റ്റുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ക്രംബിൾ സോൺസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. വാഹനത്തിൻ്റെ മുൻഭാഗത്തും പിൻഭാഗത്തും ഈ പറയുന്ന സോൺസുകൾ ഉണ്ടാവും. ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. 2 വാഹനങ്ങൾ, റിജിഡായിട്ടുള്ള 2 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുക എന്ന് വിചാരിക്കുക. ഒന്നില്ലെങ്കിൽ വേഗത കൂടിയ വാഹനം വേഗത കുറഞ്ഞ വാഹനത്തിൻ്റെ മുകളിൽ കയറി പോവാം. അതല്ലെന്നുണ്ടെങ്കിൽ രണ്ടും ഇടിച്ച് തെറിച്ചു പോകാം. എന്നാൽ ക്രംബിൾ സോൺസ് ഉള്ള വാഹനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് ചുരുങ്ങിപ്പോകുന്നു. അതിനാൽ ഈ പറയുന്ന ഇമ്പാക്റ്റ് പാസഞ്ചർ ക്യാബിൻ്റെ ഉള്ളിലോട്ട് വരുന്നില്ല. റിയർ സൈഡിലും സെയിം ക്രംബിൾ സോൺസുകളുണ്ട്, പക്ഷേ മുൻഭാഗത്തുള്ള അത്രയും ക്രംബിൾ സോൺസുകൾ പുറകുവശത്ത് ഉണ്ടാവില്ല. അതെന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കൊളീഷൻ സമയത്ത് നമ്മളുടെ വാഹനത്തിൻ്റെ പുറകിൽ വന്ന് മറ്റൊരു വാഹനം ഇടിച്ചാലും നമുക്ക് ഈ പറയുന്ന എനർജി മുന്നിലോട്ട് പോയി കുറയ്ക്കാൻ സാധിക്കും. എന്നാൽ മുൻഭാഗത്ത് ഫേസ് ടു ഫേസ് കൊളീഷൻ വരികയാണെങ്കിൽ ഈ എനർജി ഇല്ലാതാക്കാൻ വേറെ വഴികളൊന്നുമില്ല. റോൾസ് റോയ്സ് കണ്ടതും ഇതേ സംഭവം തന്നെയായിരുന്നു. ഡ്രൈവർ ഇറങ്ങി ഓടിപ്പോയായിരുന്നേ. അതായത് പാസഞ്ചർ ക്യാബിൻ അപ്പോഴും സേഫാണ് എന്നുള്ളതാണ്.
ഓരോ മാനുഫാക്ചേഴ്സിൻ്റെയും സേഫ്റ്റി ആസ്പെക്ട് പലതായിരിക്കും. പ്രീമിയം ബ്രാൻഡുകളിൽ അവരുടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സിൻ്റെ സേഫ്റ്റിക്ക് മുൻതൂക്കം കൊടുക്കുന്ന പോലെ തന്നെ അവരുമായി കൊളൈഡ് ചെയ്യുന്ന മറ്റു വാഹനത്തിലെ യാത്രക്കാരുടെയും സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. എന്നാൽ ഇന്ത്യയിൽ ഹൈ വോളിയം സെയിൽ ചെയ്യുന്ന പല ബ്രാൻഡുകളും ഇപ്പോഴും അവരുടെ അൾട്ടിമേറ്റ് സേഫ്റ്റി ആയിട്ട് പറയുന്നത് എയർ ബാഗുകളാണ്. നമ്മളെ റോഡ് കണ്ടീഷനിൽ ഇതെല്ലാം മാറേണ്ട കാലഘട്ടം പണ്ടേ കഴിഞ്ഞതാണ്. കോസ്മെറ്റിക് ഫീച്ചേഴ്സിനും ഇലക്ട്രോണിക് ഫീച്ചേഴ്സിനാണ് ഇപ്പോഴും നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വാങ്ങുന്ന വാഹനത്തിൽ അതിൽ യാത്ര ചെയ്യുന്ന നമ്മളുടെ വേണ്ടപ്പെട്ടവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയാവട്ടെ നമ്മൾ മുടക്കുന്ന ഓരോ പൈസയും. സൈനിങ് ഓഫ്, ശ്രീകൃഷ്ണൻ.